കണ്ണനെ കുളിപ്പിച്ച് ഒരുക്കി നിർത്തി കഴിഞ്ഞപ്പോൾ അച്ഛൻ തിരുമേനി കണ്ണൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, എന്താ കണ്ണാ, കണ്ണ് കലങ്ങിയിരിക്കണോ? ഏയ് ഒന്നുമില്ല അച്ഛൻ തിരുമേനി, തിരുമേനിക്ക് തോന്നണതാവും. നോക്കൂ, കണ്ണൻ സുന്ദരനല്ലേ? അതേലോ, ഭൂലോകത്ത് ഇത്രയും സൗന്ദര്യമുള്ളത് വേറെ ആർക്കാ എൻ്റെ ഉണ്ണിയെ? വിധിപ്രകാരം പൂജകൾ ഓരോന്നോരോന്നായി കഴിഞ്ഞപ്പോഴും അച്ഛൻ തിരുമേനിയുടെ മനസ്സിൽ കണ്ണൻ്റെ ആ കലങ്ങിയ കണ്ണുകളായിരുന്നു. കണ്ണൻ്റെ അടുത്ത് ചെന്ന് ആ മുഖം ഒന്ന് തലോടി. എന്താ ഉണ്ണി? എൻ്റെ പൊന്നച്ഛൻ തിരുമേനി, ഞാൻ സത്യം പറയട്ടെ, ഇന്ന് കാലത്തെ തൈലാഭിഷേകത്തിൻ്റെ സമയത്തെ തിരുമേനി ഉണ്ണിയോട് പറഞ്ഞില്ലേ, കണ്ണാ കണ്ണടച്ചു നിന്നോളൂ എന്ന്. അപ്പോൾ കണ്ണനൊരു കുറുമ്പ് കാട്ടി. അച്ഛൻ തിരുമേനി കാണാതെ കണ്ണ് തുറന്നു നോക്കിയായിരുന്നു. അപ്പോൾ ഉണ്ണിയുടെ കണ്ണിലേക്ക് അല്പം എണ്ണ പോയി, നീറുണ്ടായിരുന്നു. അതാ കണ്ണ് കലങ്ങിയ. ഈ അച്ഛൻ തിരുമേനോട് ഒന്നും ഒളിക്കാൻ പറ്റൂല, ഒക്കെ കണ്ടുപിടിക്കും. കണ്ണൻ ചിണുങ്ങി. വാത്സല്യത്തോടെ തിരുമേനി കണ്ണനെ മടിയിലിരുത്തി കണ്ണ് തുറന്ന് ഒന്ന് ഊതി കൊടുത്തു. സ്നേഹവും വാത്സല്യത്തിൻ്റെയും മൂർത്തിരൂപമായ അമ്മയ്ക്ക് തുല്യം ഈ അച്ഛൻ തിരുമേനി. ദാ ഇത് കണ്ടോ, ഇതെൻ്റെ മയിൽപ്പീലിയല്ലേ? ഇതുകൊണ്ട് അച്ഛൻ തിരുമേനി എൻ്റെ കണ്ണിൽ ഒന്ന് തലോടിയാൽ മതി, അതൊക്കെ മാറിക്കോളും. അച്ഛൻ തിരുമേനി കണ്ണനെ മാറോടണച്ചു. അങ്ങനെ അച്ഛൻ തിരുമേനി കണ്ണനെ മടിയിൽ ചേർത്തപ്പോൾ ഭക്തരുടെ വേദനകളും അരിഷ്ടതകളും സങ്കടങ്ങളും ഒക്കെ ആ ഉണ്ണിയുടെ മയിൽപ്പീലി തലോടിയിൽ ഉരുകി തീർന്ന പോലെയായി. സ്നേഹം കൊണ്ട് തലോടി ദുഃഖം ഉരുക്കി തീർക്കുന്ന ഭക്തവത്സല കേശവ, അങ്ങയുടെ ഓരോ ഭക്തരുടെയും വേദനകളും അരിഷ്ടതകളും സങ്കടങ്ങളും ഒക്കെ ആ മയിൽപ്പീലി തുമ്പുകൊണ്ട് ഒന്ന് തലോടി മാറ്റണേ കണ്ണാ. സർവം കൃഷ്ണാർപ്പണമസ്തു.